അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്നത്തെ ആവശ്യം പറയാ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തില് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രഭാതത്തിൽ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥം ഇന്നും മുഴുവൻ നിറഞ്ഞു നിൽക്കണമേ. ഞങ്ങൾ വീണ്ടും എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് തിരിച്ച് ഭവനത്തിലേക്ക് വരുന്നത് വരെ, ഞങ്ങൾ വിശ്രമിക്കുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുന്നത് വരെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും അങ്ങ് നിറഞ്ഞു നിൽക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ തിരുമുറിയാടുന്ന വലതുകരത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവിൻ്റെ മുൾക്കടത്ത് ഒഴുകുന്ന വിശുദ്ധമായ രക്തത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ നിങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. ഇന്ന് വരെ കൃപാസനത്തിൽ അർപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ദേവരിയുടെ ശക്തിയാൽ നിങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. ഇന്ന് മുതൽ കൃപാസനം നടന്നിട്ടുള്ള 10,000 ആരാധന ശക്തിയാൽ നിങ്ങൾ ഇന്നത്തെ ദിവസം ആശ്രയിക്കപ്പെടട്ടെ. ഞാൻ കരയിലും കടലിലും നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ധ്യാനങ്ങളുടെ ശക്തിയാൽ നിങ്ങൾ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ദൈവതീരുമാനം ഉണ്ടാകട്ടെ. നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയത്തിന് മേൽ ഇന്ന് ദൈവതീരുമാനം ഉണ്ടാകട്ടെ. നിങ്ങളെ പ്രതിരോധിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുക്രിസ്തു നീങ്ങിപ്പോകട്ടെ. നിങ്ങളെ പ്രതിരോധിക്കുന്ന വ്യക്തികൾ ഇന്ന് യേശുനാമം നീങ്ങിപ്പോകട്ടെ. നിങ്ങളെ അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങൾ ഇന്ന് ഉച്ചിതനായ കർത്താവിൻ്റെ ശക്തിയാൽ മാറിപ്പോകട്ടെ. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന തടസ്സങ്ങൾ യേശുക്രിസ്തു ശക്തിയാൽ മാറിപ്പോകട്ടെ. കർത്താവെ കടന്നു വരണമേ. കർത്താവെ ശക്തി ഒഴുക്കണമേ. കർത്താവെ ഈ പ്രാർത്ഥനയിൽ ഭക്തിയോടെ പങ്കെടുക്കുന്ന 10,000 മനുഷ്യരുണ്ട്. കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണം. അവിടെ ഇടങ്ങളിലെല്ലാം നീ കയറി ചെല്ലണം. അവിടെ സങ്കടങ്ങളിലും ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിലെല്ലാം കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആപസിക്കട്ടെ. കർത്താവെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ സാമ്പത്തികമായ ജീവിത വിഷയങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന മക്കളെക്കുറിച്ചുള്ള വേദനകൾ, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള നൊമ്പരങ്ങൾ, നിൻ്റെ ഭവനത്തെ നിൻ്റെ പാർപ്പിടത്തെക്കുറിച്ചുള്ള സങ്കടങ്ങൾ, യേശുക്രിസ്തു നാമത്തിൽ അത് പരിഹരിക്കാനുള്ള നിൻ്റെ മുഴുവൻ ഉദ്യമങ്ങൾ, നിൻ്റെ വീട്ടിൽ വെള്ളം കയറാതെ തണുക്ക് തറ ഈർക്കാതെ നിൻ്റെ സ്ഥലങ്ങളെല്ലാം പല വ്യക്തികളും കുടുംബത്തിൽ പലതര ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നുണ്ട്.
ചില ആൾക്കാർ ചില സൈഡിലൊക്കെ കാട് വളർന്നു നിൽക്കണ കാരണം അതിൽ ഉടയക്കാലം വെട്ടണമില്ല, പാമ്പുകളെല്ലാം നമ്മുടെ വീട്ടിൽ കയറി വരുന്നു, പറഞ്ഞിട്ട് കേൾക്കണമില്ല, അങ്ങനെ വിഷമിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ തീയും പുകയൊക്കെ ഇടുമ്പോഴും, അതുപോലെ സമീപത്തുള്ള ഫാക്ടറികളിൽ നിന്നുമൊക്കെ എല്ലാം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള മൃഗങ്ങളെയും മറ്റു ജീവികളെയും വളർത്തുന്ന മൂലം, അതുപോലെ തന്നെ പൊടിയുടെ യന്ത്രങ്ങൾ മൂലമൊക്കെ ഒത്തിരി പൊടിയും ശ്വാസവും മുട്ടി കർത്താവ് പലതരത്തിൽ ചില സ്വരത്തിലൊക്കെ പാട്ട് വെച്ചിട്ട് മക്കൾക്ക് പഠിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇവിടുന്ന് എവിടെയെങ്കിലും വിറ്റ് ചുട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെടുന്നവർ, ശ്വാസം മുട്ടി മനസ്സ് മടുത്ത് ജീവിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. അവരെ എല്ലാം സാഹചര്യം പൊക്കിയെടുത്തുകൊണ്ട് വരണം കർത്താവെ. പലരും കർത്താവെ പലതരത്തിലുള്ള മലീമസമായ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടുപോയിരിക്കുന്നവരുണ്ട് ഈശോയെ. ചിലർക്ക് വഴിയില്ല, ചിലർക്ക് മണിക്കൂറോളം നടക്കണം ചില കാര്യങ്ങൾ നേടാൻ വേണ്ടി. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ ദുരിതമനുഭവിക്കുന്നുണ്ട് ഈശോയെ. ചിലർ മരമുകളിൽ താമസിക്കുന്നു, ചിലർ കടലറ്റത്ത് താമസിക്കുന്നു, അത് ക്ഷോഭകാലങ്ങളിൽ എല്ലാം എപ്പോഴും വിറങ്ങലിച്ച് ജീവിക്കുന്നു. ചിലർ ജോലി കാരണം ആ ജോലി ഇനി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരുന്നു, പക്ഷേ അത് ജീവിക്കാൻ മാർഗമില്ലാതെ വരുന്നു. കർത്താവ് ഓരോരോ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം ഒന്ന് കുറഞ്ഞ് 4 അനുസരിച്ച് കൊണ്ട് ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്, എല്ലാ തരത്തിലും ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പറഞ്ഞ ദൈവത്തിൻ്റെ സഹായഹസ്തം നിങ്ങളെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെക്കുറിച്ച് വേവലാതി കൊള്ളുന്നവർ, പഠിക്കണത് തലക്കയറുന്നില്ല, പഠിക്കുന്ന പരീക്ഷ കിട്ടുന്നില്ല, ക്ലാസ്സിൽ എപ്പോഴും ആക്ഷേപപാത്രമാകുന്നു, ക്ലാസ്സിൽ എപ്പോഴും മാർക്ക് കുറഞ്ഞു പോകുന്നു, ഇനി ആ സ്കൂളിൽ പഠിക്കണില്ല, അവിടെ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാസങ്ങളായിട്ട് ഡിപ്രഷൻ അടിച്ച് പഠനം മുടക്കിയിരിക്കുന്ന മക്കളെ കർത്താവ് നീ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തമ്മിൽ പറഞ്ഞ വഴക്ക് ഒരിക്കലും ശ്രമിക്കാൻ പറ്റുന്നില്ല. ഇനി വഴക്കൊന്നും വേണ്ട, ഒരുമിച്ച് സ്വയമിച്ച് പോകാൻ, സഹിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞാലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും വിഷയങ്ങൾ ഉണ്ടാകുന്ന പൊട്ടിത്തെറിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവ് നീ കയറി ചെല്ലുന്ന പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മുന്നിൽ വർഷങ്ങളായി പലതരത്തിലുള്ള സന്ധിപ്പ് കിട്ടാത്ത പ്രായമായവരെ കാണിക്കുന്നുണ്ട്. അവർ കർത്താവ് വിവിധ പല സ്ഥലങ്ങളിൽ മാനസിക രോഗ ആശുപത്രികളിലും അതുപോലെ മനോരോഗ ആശുപത്രിയിലും കിടപ്പ് രോഗികളായിട്ടുള്ളവർ കർത്താവ് പല രോഗങ്ങളെക്കുറിച്ച് കർത്താവ് രാത്രി എങ്ങനെ കഴിച്ചുകൂട്ടും, ഇന്ന് ആ രാത്രി രോഗം വരല്ലേ എന്നൊക്കെ ഓർത്തുകൊണ്ട് വേവലാതി കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ നീ സന്ധിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളം ദൈവശക്തിയാൽ ഈ നിമിഷം ദൈവത്തിൻ്റെ കാറ്റ് നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. മക്കളെ, നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാനുള്ള വാക്യമാണ്. ആ വാക്യം 1 കൊരിന്തോസ് 11:23-24 വാക്കുകൾ. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും പൗലോസിന് ലഭിച്ചതും പൗലോസ് നിങ്ങളെ നമ്മളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കുർബാന പോരാ, വിശുദ്ധ സെബസ്ത്യാനോസ് അഗസ്ത്യൻ പറഞ്ഞാണ് പരിശുദ്ധ കുർബാന പോരാ. ഇനി വീണ്ടും കർത്താവ് വചനം മാംസമായി മനുഷ്യാവതാരം ചെയ്താലും കുരിശിൽ മരിച്ചാൽ പോലും അങ്ങനെ ഉണ്ടാകത്തില്ല എന്നൊക്കെയുള്ളതാണ് ചെയ്തത്. പക്ഷെ അതല്ല, ദൈവത്തിന് കുർബാന പോലെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയൊക്കെ സൂപ്പറാണ്. ഇതിനകത്ത് വരുന്നൊരു വിഷയം അറിയാമോ? കുർബാന എന്ന് പറയുന്നത് ഈ ലാറ്റിൻ മാസിലെ ദ മാസിസ് സെൻറ്റഡ് ഗോയിൻ പീസ് എന്ന് പറയും. ജനങ്ങൾക്ക് പിരിഞ്ഞു പോകാം. അവിടുത്തെ മാസം എന്ന് പറയുന്നത് ജനക്കൂട്ടമാണ്. അത് പണ്ട് മുതലേ ഉള്ള സഭയുടെ പ്രൗഢോജ്വലമായ പുരാതന പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്നും കുർബാനയിൽ മാറ്റപ്പെടാത്ത ഒരു ഭാഗമാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, കുർബാന ഒരിക്കലും അവസാനിക്കണില്ല. ഇപ്പം എന്താ പറയണേ, ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം പാനപാത്രം എടുത്തുകൊണ്ടാണ് ആദ്യം ചെയ്തു. ഇത് പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ രക്തത്തിലുള്ള എൻ്റെ പാനപാത്രമാകുന്നു.
ഇത് നിങ്ങൾ ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. അപ്പോൾ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയാമോ, അതിനകത്ത് ഇന്ന് ഈ ദിവസങ്ങളിൽ ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയുടെ കുഴപ്പം അതാണ്. രാത്രിയുമാണ്. പിന്നെ എന്താണ് രാത്രി നല്ല കാര്യമല്ലല്ല, കണ്ണ് കാണാൻ പോലാത്ത രാത്രി, ഇരുട്ടായ രാത്രി. ഇരുട്ടുമ്പോഴാണല്ലേ ഒറ്റിക്കൊടുക്കപ്പൊക്കെ വരുന്നത്. അപ്പം ഈ ഒരു ക്ലേശമായിട്ട് ഒറ്റക്ക് വരത്തില്ലേ, വരുമ്പോൾ എല്ലാം കൂടിയേ വരത്തുള്ളൂ. ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ കണ്ട, കർത്താവ് ഇതിൽ നിന്ന് എനിക്ക് കയ്യേൽപ്പിച്ച് തന്നത് എന്താണെന്ന് അറിയാമോ? എനിക്ക് ലഭിച്ചത് താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രി. സിറ്റുവേഷൻസിന്റെ പറയണ, സമയത്തിന്റെ പ്രത്യേകത പറയണം. ആ രാത്രി എന്താണ്? അവൻ അപ്പമെടുത്തു കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം. ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ എന്താണ് ഈശോ ചെയ്യണത്? കൃതജ്ഞത അർപ്പിച്ചെന്ന്. അതാണ് കുർബാനയുടെ ആഴം എന്ന് പറയുന്നത്. നമ്മുടെ രാത്രികളെ ഒറ്റിക്കൊടുക്കപ്പെട്ട നൊമ്പരമില്ലേ, ആ നൊമ്പരത്തെ കൃതജ്ഞതയാക്കിയാണ് മാറ്റുന്നത് ഈശോ. അതായത് എൻ്റെ മക്കളെ, ഒരു കാര്യം ഭയങ്കരമായ സത്യമാണ്. ഞാനിപ്പോൾ മാതാവിനെ നേരിട്ട് കണ്ടുകൊണ്ട് പറയുകയല്ല, അതിപ്പോൾ ഒരു കുറവായിട്ട് ചില സമയത്ത് തോന്നും. ഇപ്പം ഈ അമ്മയെ കണ്ടപ്പം നിത്യത എന്താണെന്ന് ഞാൻ കണ്ടില്ലേ? കണ്ടത് പിന്നെ വിശ്വാസമല്ലല്ലോ, കണ്ടത് നമ്മൾ അനുഭവിച്ചല്ലേ. അതുപോലെയുള്ള പ്രശ്നങ്ങൾ വെച്ചാൽ കുർബാനയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇപ്പോൾ ഒരേ സമയം തന്നെ എന്താ സംഭവം? രാത്രിയുമായി ഒറ്റിക്കൊടുക്കപ്പെടുകയും ചെയ്തു. ഈ ഒറ്റിക്കൊടുക്കപ്പെട്ടവൻ്റെ രാത്രികളിലെ ഈശോ ചെയ്തത് എന്താണ്? കൃതജ്ഞത പ്രകാശിപ്പിച്ചെന്നാണ് പറയണം. ആ ഈശോയിലേക്ക് ഭയങ്കര ദൂരമാണ്. എല്ലാവരും ആൾത്തർ ക്രിസ്തുസൊക്കെ, ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പറയും വൈദികൻ ആൾത്തർ ക്രിസ്തുസാന്ന് പറയും. അപ്പം ഞാനത് വലിയ ഭയഭക്തിയോടെ അംഗീകരിച്ച് ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ട്. കാര്യം സഭയുടെ പഠനങ്ങൾ അതാണ്. പക്ഷെ അതല്ല പ്രശ്നം. അതൊക്കെ എന്തുമാത്രം ദൂരമാണെന്നറിയാവുക. ക്രിസ്തു ഒറ്റിക്കൊടുക്കപ്പെടുന്ന ക്രിസ്തു ആരാണെന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു സ്വത്വം എന്താണ്? ഒറ്റിക്കൊടുക്കപ്പെടുന്ന ഒരു രാത്രിക്ക് അവകാശമാകുമ്പോൾ സ്വത്വം പറയാൻ കഴിയണല്ലേ ക്രിസ്തു? പറയാൻ കഴിയുമോ? അപ്പോൾ എന്ത് അകലമാണ് യാത്ര ക്രിസ്തു എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കതിനു വേണ്ടി പരിശ്രമിക്കാനേ പറ്റത്തുള്ളൂ. ഈ പരിശ്രമമാണ് ജീവിതം. എന്നിട്ട് എന്ത് ഈശോ പറയും? അപ്പം എടുത്തിട്ട് മുറിച്ചിട്ട് പറയും, മുറിക്കുമ്പോഴേ എല്ലാ മുറിവുകളും ഓർമ്മയ്ക്കായി ചെയ്യാൻ പറയും. കുർബാന ഒരു ആഘോഷമാണ് ശരിക്കും, എല്ലാ മുറിവുകളും. പക്ഷെ ആ മുറിവേറ്റ എന്തിനാണ്? ആ മുറിവേറ്റത് അവൻ്റെ ഓർമ്മയ്ക്കായാണ്. അപ്പമെടുത്ത് മുറിച്ച് പറഞ്ഞ് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ. എല്ലാ മുറിവുകളും അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാനുള്ളതാണ്. നമ്മൾ ദൈവസ്നേഹം വർദ്ധിക്കാനും കൃപ വർദ്ധിക്കാനും അപ്പം മുറിക്കുമ്പോഴേ കർത്താവ് അത് കൃതജ്ഞതാസ്വസ്ഥം ചെല്ലുമ്പോഴേ പരിശുദ്ധാത്മാവ് അതിലേക്ക് ആവശ്യിക്കും. എല്ലാ മുറിവുകളും ഓർമ്മ ആഘോഷിക്കുമ്പോഴേ അതിൽ പരിശുദ്ധാത്മാവ് നിറയും. മുറിവുകൾ ആഘോഷിക്കപ്പെടണം, കുർബാനയായി ആഘോഷിക്കപ്പെടണം. മുറിവുകൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനയായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസ്നേഹം വർദ്ധിക്കാൻ ഉള്ള ബലം, ആത്മീയ ബലം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങൾ ശക്തരാകുക, മുറിവുകളിൽ പതറാതെ മുന്നോട്ട് പോകുക. എൻ്റെ പേര് ഗീത, ഞാൻ കായംകുളത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയ്ക്ക് 79 വയസ്സായി ഇപ്പം. ഇതിനിടയിലൊരു അറ്റാക്ക് വന്നു. അതായത് ഒരു ദിവസം രാവിലെ എൻ്റെ അമ്മ എണീറ്റ് വരുമ്പോൾ ഞാൻ ചായ അനത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, മക്കളെ എൻ്റെ ഈ നെഞ്ചിനൊരു വേദനയും വയറിനൊരു വേദനയും ഇന്നലെ രാത്രിയിലുണ്ടായിരുന്നു. ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ നവംബർ 13-ാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനൊരു സാക്ഷി അതിന് മുൻപ് ഇവിടെ പറഞ്ഞിരുന്നു. എൻ്റെ തൊണ്ടയിലൊരു മുഴ 7 സെൻറ്റിമീറ്ററിന് ഉള്ള ഒരു മുഴ, ഒരു ക്യാൻസറായിരുന്നു. അത് മാറ്റി എൻ്റെ അമ്മ തന്നത്. ആ ഒരു രോഗസൗഖ്യമാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ അമ്മയുടെ രോഗസൗഖ്യം. അങ്ങനെ രാവിലെ എൻ്റെ അമ്മ വന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് വേദന മക്കളെ, ഞാൻ ഇന്നലെ ആരെയും വിളിച്ചില്ല, കുറേ നേരം ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നെഞ്ച് തടവിക്കൊണ്ടിരുന്നു എന്ന്. അപ്പോൾ തലേ ദിവസം എൻ്റെ അമ്മ ഇച്ചിരി ഉണക്കക്കപ്പ വേവിച്ച് കഴിച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞു, അമ്മയെ ഗ്യാസ് ആകും, അമ്മ ഇതെല്ലാം കഴിക്കല്ലേ എന്ന്. പക്ഷേ അമ്മ അത് കഴിച്ചു, അമ്മയ്ക്കത് ഇഷ്ടമായിരുന്നു, കഴിച്ചു. ഞാനപ്പോൾ രാവിലെ പറഞ്ഞ്, അമ്മയെ കപ്പ കഴിച്ചിട്ടായിരിക്കും അമ്മയ്ക്ക് ഈ വയറുവേദനയും നെഞ്ചുവേദനയൊക്കെ വന്നതെന്ന്. പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇടത് കൈക്ക് പെരുപ്പായി. അമ്മ പറഞ്ഞു, മക്കളെ ഞാനൊന്ന് കിടക്കട്ടെ പോയി. ഞാൻ പറഞ്ഞു, അമ്മ പോയി കിടന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ
ഓൺലൈനിൽ ഉടമ്പടിയുടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോണ്ടിരിക്കുമോ. അടുക്കളയിൽ ഫോണിങ്ങനെ ഓൺ ചെയ്ത് ഇതെപ്പോഴും കേൾക്കും. ഞാൻ എന്നും എനിക്ക് കേൾക്കും, ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് അമ്മ എൻ്റെ അടുത്ത് വന്ന് പറയും. ഞാൻ പറഞ്ഞു, അമ്മ അവിടെ പോയി കിടക്ക്, ഞാൻ ഈ ധ്യാനം കൂടുന്നത് കേട്ടോണ്ടിരിക്കട്ടെ. അങ്ങനെ ധ്യാനം കൂടി കേട്ടോണ്ടിരുന്ന ഇടയ്ക്ക് അമ്മയെ കാണുന്നില്ല. ചെന്ന് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ കിടക്കുവാണ് ക്ഷീണിച്ച്. ഞാൻ ചോദിച്ചാൽ എന്താ അമ്മേ? എനിക്ക് തീരെ വയ്യ മക്കളെ, നെഞ്ചിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഞാൻ പറയുന്ന ഗ്യാസിൻ്റെ ആയിരിക്കും, നമുക്ക് അടുത്തൊരു ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ട, എനിക്ക് ഇച്ചിരി ഉടമ്പടി ഉപ്പ് ഇങ്ങനെ വെള്ളത്തിലിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഉപ്പിട്ട് അമ്മയ്ക്ക് വെള്ളം കൊടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ബൈബിൾ വായിച്ചു. എൻ്റെ അമ്മയ്ക്ക് രോഗസൗഖ്യം കിട്ടണമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം ഉണ്ടായിരുന്നു, അത് ഞാൻ അമ്മയുടെ നെഞ്ചിനും വയറിനും എല്ലാം ഒഴിഞ്ഞ് അതുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോഴും അമ്മ അന്നേരം പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല കൊച്ചേ, ഇപ്പം അങ്ങ് മാറി, എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന്. കുറേ കഴിയുമ്പോൾ വീണ്ടും അമ്മയ്ക്ക് നെഞ്ചുവേദന വരികയാണ്. അങ്ങനെ ഞാൻ ഉടമ്പടി ഉപ്പിട്ട് വെള്ളം കൊടുത്തു, ആ തൈലം എടുത്ത് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മാതാവേ, എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കരുത്. എൻ്റെ അടുത്തോട്ട് ആങ്ങളയുടെ വീട്ടിൽ നിന്നും 10 ദിവസത്തേക്ക് വന്ന എൻ്റെ അമ്മ ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്തും മറുപടി പറയും. എനിക്ക് ആകെ വിഷമമായി. അങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ രോഗസൗഖ്യത്തിന് വേണ്ടി രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ ഓടി അമ്മയുടെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അമ്മയുടെ നെഞ്ചത്തും വയറിനും കൈവച്ച് അമ്മ പ്രാർത്ഥിച്ചു. അച്ഛൻ ദാ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമുക്ക് രോഗസൗഖ്യം കിട്ടും, നമ്മുടെ മാതാവ് എല്ലാം മാറ്റിത്തരും, നമുക്ക് അമ്മയ്ക്കൊന്നും പറ്റത്തില്ല, നമ്മുടെ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസം എനിക്ക് നല്ല വിശ്വാസമാണ്. ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളൊന്നുമല്ല എനിക്ക് നടന്നിട്ടുള്ളത്. എനിക്ക് ഒരുപാട് നിയോഗങ്ങൾ വെക്കാതെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു തന്നെ എൻ്റെ അമ്മയും ഈശോയും എനിക്ക് പറഞ്ഞാൽ അത്ര മതിയാവത്തില്ല. അത്രത്തോളം എനിക്ക് ഓരോ കാര്യങ്ങൾ എൻ്റെ അമ്മ ചെയ്തു തന്നിട്ടുണ്ട്. എൻ്റെ ഒരു പൊടി കുഞ്ഞിൻ്റെ രോഗസൗഖ്യം എൻ്റേത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പം ഉച്ചയായപ്പോഴുണ്ട് വീണ്ടും അമ്മ പറയുന്നത് എനിക്ക് നെഞ്ചുവേദന, പെട്ടെന്ന് കിടന്ന് വിളിച്ചു പോവുക. ഞാനപ്പോൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ എനിക്ക് ഭയങ്കര നെഞ്ചുവേദന, ഓടി വന്ന്. ഞാൻ ചെല്ലുമ്പോൾ വിയർത്ത് കുളിച്ചിരിക്കുന്നത്. ഇതെന്ത് പറ്റിയമ്മേ, ബ്ലൗസ് എല്ലാം നനഞ്ഞിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെൻ്റെ മകയിൽ നിന്ന് വെള്ളം തെറിച്ച് വീണതാണെന്ന്. അപ്പോൾ അമ്മയ്ക്ക് ഒരു മേജർ അറ്റാക്ക് വന്നിട്ടിരിക്കുകയാണ്. തലേദിവസം രാത്രിയിലും വന്നു, പിറ്റേ ദിവസം ആ വൈകുന്നേരത്തും. അപ്പം മാതാവ് രക്ഷിച്ച് അതേവരെ ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുവന്നു. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് എൻ്റെ മോനും ഞാനും ഉണ്ട് അടുത്തൊരു ക്ലിനിക്കിൽ എടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, മേജർ അറ്റാക്ക് വന്ന് അമ്മയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഏതെങ്കിലും ICU ഉള്ള ഹോസ്പിറ്റലിലേക്ക് അമ്മയെ മാറ്റണമെന്ന്. ഞാനും എൻ്റെ മോനും ആകെ വിഷമിച്ചു. എൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശ് രൂപമുണ്ട്. ഞാൻ അതെടുത്ത് എൻ്റെ അമ്മയുടെ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞു, മാതാവേ, എൻ്റെ അമ്മയെ തരുന്നെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ജീവനോടെ തരണം, എനിക്ക് ആരുമില്ല, ഞാൻ എൻ്റെ അമ്മയിലാണ് എല്ലാം പറയുന്നത്. എൻ്റെ അമ്മ മാതാവിനെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ യേശുവിലും അമ്മ മാതാവിലും എനിക്ക് ഒരുപാട് വിശ്വാസമാണ്. എനിക്ക് തരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ജീവനോട് എൻ്റെ അമ്മയെ തരണം മാതാവേ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മകനും ഞാനും കൂടി അവിടുന്ന് കായംകുളം എബനേസർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടുത്തെ ഡോക്ടർ നോക്കുമ്പോഴും പറയുന്നുണ്ട്, ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അമ്മയ്ക്ക് എന്ത് സംഭവിക്കാം, എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, അവിടെ കാർഡിയോളജി ഉണ്ടെന്ന്. ഞങ്ങൾ ആ ICU ഉള്ള ആംബുലൻസിൽ കയറ്റുമ്പോൾ അമ്മയുടെ BP കുറഞ്ഞു, പൾസ് കുറഞ്ഞു. അമ്മയുടെ കാലിൽ തൊട്ട് വയ്ക്കുമ്പോൾ ഭയങ്കര തണുപ്പ്, ശരീരമറ്റ മൊത്തം തണുപ്പായി, ഒരു ചേതനേറ്റ ശരീരം പോലെ എൻ്റെ അമ്മ ഇതിനുള്ളിൽ കിടക്കുക. ഞാൻ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നുകൊണ്ട് എൻ്റെ കാശുരൂപമുണ്ട്, ഞാനത് എൻ്റെ അമ്മയുടെ നെഞ്ചത്തുനിന്ന് മാറ്റാതെ വെച്ച് പ്രാർത്ഥിക്കും, അമ്മേ ഈ പോകുന്ന പോക്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒന്നും പറ്റരുത്, എൻ്റെ അമ്മ ഈശോ എന്നോടൊപ്പം ഈ വാഹനത്തിലുണ്ടായിരിക്കണം, എൻ്റെ അമ്മയുടെ കൂടെ എൻ്റെ സഹോദരൻ വന്നൊന്ന് കാണുന്നത് വരെ ജീവനോട് എൻ്റെ അമ്മയെ വെച്ചിരിക്കണം. അങ്ങനെ ഞാനും എൻ്റെ മകനും കൂടി എടുത്ത് ചെങ്ങന്നൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു ICUലേക്ക് മാറ്റി. അവർ പറയുന്നു 3 ബ്ലോക്ക് ഉണ്ട്, 2 അറ്റാക്ക് കഴിഞ്ഞു, മേജർ അറ്റാക്കാണ് കഴിഞ്ഞത്. അമ്മയുടെ ഭാഗ്യം ഇത്രയും നേരം ജീവനോടിരുന്നത്. പിന്നെ ഓപ്പറേഷൻ ചെയ്യണം, ഫസ്റ്റിലെ 2 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന്. എൻ്റെ കയ്യിൽ ആകെ 2000 രൂപയുണ്ട്, ഞാനും ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ആകെ വിഷമിച്ചു. അപ്പോൾ എൻ്റെ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി, മാതാവേ, എൻ്റെ കയ്യിൽ 2000 രൂപ അല്ലാതെ 2 ലക്ഷം രൂപ എടുക്കാൻ എനിക്ക് ഒരു മാർഗ്ഗവും ഇല്ല, അമ്മയ്ക്കറിയാമല്ലോ, ഞങ്ങളെ ഇവിടുന്ന് എവിടോട്ടെങ്കിലും മാറ്റി രക്ഷപ്പെടുത്ത്. അപ്പോൾ ആ ഡോക്ടർ അടുത്ത് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഒരു നിവർത്തിയില്ല, ഞങ്ങളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല, ഇവിടെ നിന്നും ICU അമ്മയെ ഇറക്കി അമ്മ മരിക്കും, അമ്മ ആ ഒരു സ്റ്റേജിലാണ്, ഞങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, അതല്ല ഡോക്ടർ, ഞങ്ങൾക്ക് ഒരു നിവർത്തിയില്ല, ഡോക്ടർ എഴുതി തരാൻ അവർ തന്നില്ല. എൻ്റെ മോൻ അന്നേരം കരയുവാണ്, അമ്മച്ചി മാമൻ വരുമ്പോൾ എന്ത് പറയും, അമ്മയ്ക്കും എല്ലാം സംഭവിച്ചത്. ഞാൻ പറഞ്ഞു, ഒന്നും പറ്റത്തില്ല, അമ്മ മാതാവ് നമ്മുടെ കൂടെ ഉണ്ട്, ആ ധൈര്യത്തിൽ മോൻ ആംബുലൻസിൽ കയറ്റ എൻ്റെ അമ്മയെ, എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഒന്നും പറ്റത്തില്ല, നമ്മളെ അമ്മ രക്ഷിക്കും, മോൻ അമ്മച്ചിയെ വണ്ടിയെ കയറ്റാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വിശ്വാസ പ്രമാണം ചൊല്ലി
കോട്ടയത്തേക്ക് പോവുകയാണ്. മരണപ്പാച്ചിലിൽ ആ വണ്ടിക്കകത്തിരുന്ന് ഞാനും എൻ്റെ മോനും കൂടി വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉടമ്പടി കാശ് രൂപ എൻ്റെ അമ്മയുടെ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ എങ്ങനെയോ കോട്ടയത്ത് ചെന്നു എന്ന് വേണം പറയാൻ. അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടർ നോക്കുമ്പോഴും പറയുന്നു അമ്മയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജാണ്, നേരത്തെ ഒരു സ്ട്രോക്ക് വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ സഹോദരൻ വന്നൊന്ന് കാണുന്നത് വരെ ഈ ജീവൻ ഇങ്ങനെ നിലനിർത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നെ രക്ഷിച്ചത് എൻ്റെ അമ്മയുടെ കാശുരൂപവും ഉടമ്പടി തൈലവും ആണ്. ഞാൻ ആ കാശുരൂപം അമ്മയുടെ നെഞ്ചത്ത് വെച്ചിട്ട് പറഞ്ഞു, മാതാവേ എൻ്റെ കൂടെ നിൽക്കണം, എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും മറ്റേ നെഞ്ച് കീറി മുറിക്കരുത്, എനിക്ക് ജീവനോടെ തരുന്നെങ്കിൽ അമ്മ ഈ കീറി മുറിക്കാതെ ഒരു നല്ല ശരീരമുള്ള അമ്മയെ തരണം. അതല്ല എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും എൻ്റെ അമ്മയെ വേണമെങ്കിൽ തിരിച്ചെടുത്തോ, പക്ഷേ അതെൻ്റെ സഹോദരൻ വന്ന് കണ്ടിട്ട് മാത്രമാണ്, അവനോട് ഞാൻ എന്ത് മറുപടി പറയും? അതിന് അമ്മ എൻ്റെ കൂടെ നിൽക്കണം. അത്രയും സമയം ഒരു കുഴപ്പമില്ലാതെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ട് എൻ്റെ സഹോദരൻ ഓടി വന്നു, അമ്മയെന്ന് വിളിച്ച് രണ്ടുപേരും കൂടി ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ ഇനി എനിക്ക് സമാധാനമായി, നീ ഇത്രയും സമയം എനിക്ക് വേണ്ടി തന്നല്ലോ എൻ്റെ അമ്മയെ, ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷത്തിന് വേണ്ടി അകത്തോട്ട് കയറ്റിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, ആളിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നോക്കാം, രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടെ, ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് ഒരു അറ്റാക്ക് വന്ന് ആൾ മരിക്കാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് കിടക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോഴും ഞാൻ അതിൻ്റെ വാതിലിൽ നിന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. മാതാവിൻ്റെ കാശുരൂപം കൊന്തേ മാത്രമാണ് എൻ്റെ ആശ്രയം, എനിക്ക് വേറെ ആരുമില്ല. ഈശോയെ അങ്ങ് ഈ അമ്മയുടെ കൂടെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണം, ആ ഡോക്ടറുടെ ഓരോ കൈകളിലും ഇരിക്കുന്ന ഉപകരണത്തിൽ എൻ്റെ ഈശോയും അമ്മയുണ്ടായിരിക്കണം. അതുകൂടി എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ചെയ്യുന്ന ആ സർജറിയിൽ ഒരു കുഴപ്പമില്ലാത്ത ഒരമ്മയായി എനിക്ക് തിരിച്ചു തരണം മാതാവേ. എൻ്റെ ഈശോയ്ക്ക് അമ്മ എത്ര വലുതാണോ അതുപോലെ എൻ്റെ അമ്മ എനിക്കും വലുതല്ലേ, എനിക്ക് ആരുമില്ല, എൻ്റെ അമ്മ എനിക്ക് തിരിച്ചു തരണം മാതാവേ ഈശോയെന്ന് പ്രാർത്ഥിച്ചവിടെ നിന്ന് വലിയവായി ഞാൻ കരയുകയാണ്. അതുവരെയുള്ള എല്ലാ ധൈര്യവും എൻ്റെ ചോർന്നു. ഞാൻ ആ ആശുപത്രിയുടെ വരാന്തയിൽ നിന്ന് കരയുമ്പോൾ കുറേ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ ഒരു പ്രകാശമുള്ള ഒരാളിങ്ങനെ കടന്നു വരികയാണ്. എനിക്ക് ആരാന്നറിയില്ല, ഞാൻ കുനിഞ്ഞു നിന്ന് കരയുന്നു. നല്ല പ്രകാശം, ഞാൻ നോക്കുമ്പോൾ നല്ല വെട്ടം മാത്രം എനിക്ക് കാണാം. നേരെ വന്ന് എൻ്റെ തലയിൽ തടവെട്ടിക്കൊണ്ട് ചോദിച്ചു, എന്തിനാ കുഞ്ഞെ നീ കരയുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയായി ഇതിനകത്ത് ഓപ്പറേഷത്തിന് കയറ്റി, ഡോക്ടർ പറയുന്നു ഒന്നുകിൽ ഒരു അറ്റാക്ക് വരും, അതല്ലെങ്കിൽ സ്ട്രോക്ക് വരും, അമ്മയുടെ മരണം ഉറപ്പാണെന്നാണ് അവരുടെ ഇത്. അപ്പം പറഞ്ഞു നിൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല, 5 മിനിറ്റ് കഴിയുമ്പോൾ നിൻ്റെ അമ്മ പൂർണ്ണ സൗഖ്യത്തോടെ തിരിച്ചു വരുമെന്ന്. ഞാൻ മേളോട്ട് കണ്ണ് തുറന്ന് നോക്കി, എനിക്ക് മുഖം വ്യക്തമല്ല, പക്ഷെ അത്രയും പ്രകാശം എൻ്റെ കണ്ണിലോട്ടടിക്കുന്നു. എൻ്റെ ഈശോയായിരുന്നു അത്. തിരിച്ചു നോക്കുമ്പോൾ ആളിനെ കാണാനില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ തിരിച്ച് ഒരു കുഴപ്പമില്ലാതെ പുറത്തേക്ക് കൊണ്ട് തന്നു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ കാലിൻ്റെ തൊടഭാഗത്ത് ഒരു നെയ്യപ്പത്തിൻ്റെ അത്രയും രീതിയിൽ അതേ കളറിൽ, കരിനീല കളറിൽ ഒരു മുഴയും അതേപോലെ ഒരു ഇത് കാലിൻ്റെ തുടയ്ക്ക് വന്നു 1 മാസം കഴിയുമ്പം. അപ്പം ഞാൻ അമ്മ എന്നെ കൊണ്ടുവന്ന് കാണിക്കും, ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ നിന്നെ പേടിച്ച് കാണിക്കാത്തത് നിനക്ക് വിഷമമാവല്ലോ എന്ന് ഓർത്ത്. അത് കണ്ട് വീണ്ടും ഞാൻ കരയാൻ തുടങ്ങി. അമ്മേ ഇതെന്താ ഓരോരോ പരീക്ഷണം, എനിക്ക് ഓരോ കാര്യം കൊണ്ട് കഴിഞ്ഞ് മാറിയില്ലല്ലോ, അതിനു മുൻപ് അടുത്തത് എന്താ അമ്മേ? ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ ഇനി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല, ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കഥയില്ല, അമ്മയുടെ തൈലത്തിനകത്ത് തൊട്ട് ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലും, ഇതിൻ്റെ പേരിൽ മാറുന്നെങ്കിൽ മാത്രം എൻ്റെ അമ്മയുടെ കാലിലെ മുഴ മാറിയാൽ മതി, ഇല്ലെങ്കിൽ മാറണ്ട. എൻ്റെ അമ്മയിലും ഈശോയിലും എനിക്ക് വിശ്വാസം, മരുന്നിലും മന്ത്രത്തിലും ഒന്നും എനിക്കൊരു വിശ്വാസമില്ല. ഇനി അത് ഏത് രോഗമാണെങ്കിൽ പോലും ഞാൻ കൊണ്ടുപോകില്ല, ഞാൻ ഈ തൈലം വരച്ച് കുരിശ് വരച്ച് സപ്രമാണം ചെല്ലിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 15 ദിവസം എൻ്റെ അമ്മയുടെ കാലിൽ ആ തൈലം കൊണ്ട് കുരിശ് വരച്ചു. അവസാനം നോക്കുമ്പോൾ ഇത് മാറി 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 പൂർണ്ണചന്ദ്രൻ മറഞ്ഞ് മേഘത്തിലേക്ക് പോകുന്ന പോലെ അത് പൂർണ്ണമായിട്ട് എൻ്റെ ഈശോയും അമ്മയും മാറ്റിത്തന്നു. ഒരു ഹോസ്പിറ്റലിലും പോകേണ്ടി വന്നില്ല. അത് ഹോസ്പിറ്റലിൽ പോയാൽ അവർ വേറെ അസുഖമാക്കി അത് കീറണം, പിന്നെ അത് മറ്റു അസുഖമാക്കി, എനിക്കത് താങ്ങാനാവുന്നില്ല. ഈശോ എന്തായാലും എൻ്റെ ഈശോയും അമ്മയും അങ്ങനെ ഒരു രോഗസൗഖ്യം എനിക്ക് തന്നു, എൻ്റെ അമ്മയ്ക്ക് തന്നു. എൻ്റെ അമ്മയെ ജീവനോട് എനിക്ക് തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത അത്രയും കടമയും കടപ്പാടും എൻ്റെ ഈശോയുടെ അമ്മയോട് എനിക്കുണ്ട്. അതേപോലെ ഞാൻ കോട്ടയത്തൂടെ കിടക്കുന്ന സമയത്ത് എൻ്റെ അമ്മയും കൊണ്ട് കിടക്കുമ്പോൾ അമ്മയ്ക്കൊരു ഓർമ്മക്കുറവ് അതിനകത്ത് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായി. ട്യൂബെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞ്. ഞാനപ്പോൾ വിചാരിക്കുമോ മാതാവേ, ഞാൻ നിന്ന നിപ്പിൽ ഓടിയതാ, ഒരു പേഴ്സ് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ, ബാഗ് ഒന്നും എടുത്തിട്ടില്ല, ഇല്ല പെട്ടെന്ന് ഓടിപ്പോയതല്ലേ. അപ്പം എൻ്റെ കയ്യിലൊരു കാശ് രൂപമില്ല, ആകെ ഉടമ്പടി കാശ് രൂപയേ ഉള്ളൂ, ഒരു പത്രമില്ല, മറ്റേ എൻ്റെ ബാഗിൽ ഇത് മുടങ്ങാതെ ഇതെല്ലാം ഞാൻ ഉപ്പ് എല്ലാം വെച്ചിരിക്കുന്നത്, ഞാൻ ബാഗ് എടുത്തില്ല, ഒരു പേഴ്സുമായിട്ടാണ്. ഞാൻ പറയും മാതാവേ, ഞാൻ ആരോടെ ചോദിക്കും, നമ്മൾ അവിടെ ഇരുന്നണക്കെ ആരും ഒരു പത്രം പോലും കൊണ്ട് തരുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമിച്ചു. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മക്കൾ നാളെ വീട്ടിൽ പോയിട്ട് ഉപ്പും തേനും പത്രമൊക്കെ എടുത്തുകൊണ്ട് വരണം കേട്ടോ, ഇവിടെ ആരെങ്കിലുമൊക്കെ കിടക്കുന്നവർക്കൊക്കെ നമുക്ക് കൊടുക്കാം, നമ്മുടെ ഈ അമ്മ രക്ഷപ്പെട്ടത് മാതാവും ഈശോയും കാരണമാണ്, നമുക്ക് അവരോട് പറയാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് വെളിയിലോട്ട് എൻ്റെ മോനോട് പറയാൻ ഇറങ്ങുമ്പോൾ ഒരു പത്രം കിടന്ന് പറക്കുന്നു തറയിൽ. അപ്പോൾ ഞാൻ എളുപ്പം ചെന്നിട്ട് നോക്കി, ആ പത്രം നോക്കി. എനിക്ക് ദൂരെ നിന്നുകൊണ്ടേ കണ്ടപ്പോൾ മനസ്സിലായി ഇത് കൃപാസനം പത്രമാണല്ലോ. എന്ന് വെച്ചാൽ നമ്മളിത് എപ്പോഴും കൈകാര്യം ചെയ്യുമല്ലേ. ഇവിടെ വന്ന് എല്ലാ മാസവും ഞാൻ പത്രം വാങ്ങിച്ച് കൊണ്ട് നടന്ന്, എനിക്ക് വെയിലെന്നോ മഴയെന്നോ ഒന്നുമില്ലാതെ ഞാൻ നടന്ന് കൊണ്ട് നടന്ന് ഞാൻ ആ പത്രം വിതരണം ചെയ്യും. എനിക്കതിനകത്ത് അഭിമാനമാണുള്ളത്. എന്നെ പലരും കളിയാക്കിയിട്ടുണ്ട്, പത്രത്തിൻ്റെ കൂടെ പരിപ്പ് വടയില്ലേ, ലഡു ഇല്ലേ എന്നൊക്കെ ചോദിക്കും എന്നോട്. അപ്പം ഞാൻ പറയും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ തരും, ഇപ്പോൾ ഞാൻ പത്രം തരുമെന്ന് പറയും. അങ്ങനെ എന്നെ ഒരുപാട് കളിയാക്കി. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ കളിയാക്കലുകളും എല്ലാം സഹിച്ച് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വെളുപ്പിനെ എണീറ്റ് പ്രാർത്ഥിക്കും, സന്ധ്യാപ്രാർത്ഥന ചൊല്ലും, ബൈബിൾ വായിക്കും, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെല്ലും. എല്ലാ മാസവും ഞാൻ ചോറ് കൊണ്ട് നടന്ന് ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നവർക്ക് കൊണ്ട് നടന്ന് കൊടുക്കും. ദിവസവും ഒരാളിനെങ്കിലും ഞാൻ അന്നം കൊടുക്കാതെ ഞാൻ ഭക്ഷിക്കാറില്ല. ഈ നിമിഷം വരെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ബുദ്ധിമുട്ട് പറയുമ്പോൾ ഞാൻ അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യും. കോട്ടയത്ത് തന്നെ കിടക്കുമ്പോൾ ഒരു കൂട്ടർ ചോറിന് പോയിട്ട് വന്നപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടിയില്ല. 2 കുഞ്ഞുങ്ങളും ഒരു തള്ളയും, അവർക്ക് ഒരു നിവർത്തിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി കാപ്പി കുടിക്ക്, ചോറില്ലെങ്കിൽ. അതിന് പൈസ ഇല്ല ചേച്ചി എൻ്റെ കയ്യിലെന്ന്. എൻ്റെ പേഴ്സിൽ ഉള്ളതെല്ലാം കൂടെ നുള്ളിപ്പെറുക്കി ഞാൻ അവർക്ക് കൊടുത്തു. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്ക്. അങ്ങനെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യും. പിന്നെ ഞാൻ ഇവിടെ നിന്നും പത്രം വാങ്ങിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ട് വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരു കാല് പോയ ഒരാളിനെ കണ്ടു. ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ ആ ഭാര്യ പ്രയാസപ്പെടുന്നു. ഞാനും കൂടി പിടിച്ച അയാളെ ബാത്റൂമിൽ കൊണ്ടുപോവുകയും അവർക്ക് ഭക്ഷണത്തിനുള്ള ഇച്ചിരി കാശ് അവരുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ അപ്പോഴുണ്ടായിരുന്നു, അതേ ഉള്ളായിരുന്നു. ഞാൻ അങ്ങനെ എല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മയും ഈശോയും ഇത് തന്നെയല്ല, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഞാൻ നിയോഗത്തിൽ വെക്കാത്തതും വെച്ചതുമായ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി എപ്പോഴും ഉണ്ടാകും. കോടാനുകോടി നന്ദി ഈശോയെ, അമ്മേ. സങ്കീർത്തനങ്ങൾ 107, 20, 21 തിരുവചനങ്ങൾ. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. ഗീത എന്ന ഈ സഹോദരി അമ്മയോടൊപ്പം പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ലഭിച്ച വലിയ രോഗസൗഖ്യത്തെ ഈ അൾത്താരയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരിയുടെ അമ്മയ്ക്കുണ്ടായ ഹാർട്ട് അറ്റാക്ക് അത് ഗുരുതരമായ അവസ്ഥയിൽ മാറുമ്പോൾ ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അങ്ങനെ 3 ആശുപത്രികൾ മാറി അമ്മയുമായിട്ട് യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ മുഴുവനും ഓരോ ആശുപത്രിയും രോഗം അതീവ ഗുരുതരമെന്ന് പറയുമ്പോഴും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി കാശ്രൂപം ശരീരത്തെ വിശ്വാസത്തോടെ സൂക്ഷിച്ചുകൊണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലിയും ഉടമ്പടി തൈലം പൂശിയും ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് ശ്രവിക്കുവാൻ കൊടുത്തുകൊണ്ടും ആ മണിക്കൂറുകളും ദിവസവും കടന്നുപോയതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. ഏതാണ്ട് മരണം ഉറപ്പിച്ചാണ് ഡോക്ടർമാരൊക്കെയും സഹോദരിയുടെ അമ്മയെ ചികിത്സയ്ക്ക് വേണ്ടി പോലും ICUവിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ ആ നിമിഷങ്ങളിലൊക്കെയും സഹോദരിയുടെ തീവ്രമായ പ്രാർത്ഥന, അല്പം പോലും സംശയമില്ലാത്ത വിശ്വാസം, ശരണപ്പെട്ടുകൊണ്ട് കൃപാസന മാതാവിൽ ആശ്രയിക്കുന്ന ഓരോരുത്തരെയും തിരുക്കുമാരനിലൂടെ ആശീർവദിച്ച് അനുഗ്രഹിക്കും, സൗഖ്യപ്പെടുത്തും, ജീവിത വിഷയങ്ങൾ ഏറ്റെടുക്കും എന്ന ഉറച്ച ബോധ്യം, ആ ബോധ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി പങ്കുവെക്കുന്നത്. അത് ഓരോ നിമിഷവും സഹോദരി അവിടെ ആവർത്തിച്ച് അമ്മയുടെ മുമ്പിൽ കണ്ണീരോടുകൂടി പ്രാർത്ഥന തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ അത് അമ്മയ്ക്ക് സൗഖ്യത്തിന് കാരണമായി തീർന്നുവെന്ന്, ഒടുവിൽ ഉള്ളിൽ ഓപ്പറേഷന് പോലും ചെയ്യുവാൻ പറ്റാത്ത വിധം ആശുപത്രിയുടെ അകത്തേക്ക് ICUവിൽ ആൻജിയോപ്ലാസ്റ്റി അതൊരു പരീക്ഷണാർത്ഥം ചെയ്യാമെന്ന് കരുതി ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ സഹോദരിയെ ഒരു പ്രകാശരൂപമുള്ള വ്യക്തി വന്ന് തലോടുന്നതും സൗഖ്യപ്പെടുമെന്നും 5 മിനിറ്റിനുള്ളിൽ തിരികെ വരുമെന്നും ആശ്വസിപ്പിക്കുന്നതും സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് വാക്കുകളിലൂടെ, വ്യക്തികളിലൂടെ, സന്ദേശങ്ങളിലൂടെ നമുക്ക് ശരിയായ നിർദ്ദേശങ്ങൾ ലഭിക്കുക. അത് ദൈവികമായ ഇടപെടലിന് നമ്മളെ തന്നെ സഹായിച്ചു കൊണ്ടിരിക്കുക. നാം ഏറ്റവും പ്രതീക്ഷയോടെ ഉപയോഗിക്കുന്ന നമ്മുടെ ഓരോ നേർച്ച വസ്തുവും നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമാകുന്ന വിധം, ജീവിത ഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആശ്വാസമാകും വിധം നമ്മളെ സഹായിക്കുക എന്നത്, അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. മരണത്തിൽ നിന്നും ജീവനിലേക്ക് 79 വയസ്സുള്ള അമ്മയെ തിരികെ കൊടുക്കുകയും ഏറ്റവും ആദ്യ പിടിച്ച മണിക്കൂറുകളിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ വലിയ സംരക്ഷണം, പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ സൗഖ്യം നേടുന്നതിന് ഈ കുടുംബത്തെ സഹായിച്ചതിന് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നന്ദി പറയുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും
തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.